നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അന്നേ ചേച്ചിയോട് പറഞ്ഞതല്ലേ, വിപിൻ സാറും ഞാനും തമ്മിലുള്ള വിവാഹം ഏത് വിധേനയും ഞാൻ നടത്തുമെന്ന്. ഞാനത് നടത്തി കാട്ടിയില്ലേ? വലിയ അഭിമാനമായി പോയി. ഇങ്ങനെയാണോ വിവാഹം നടത്തേണ്ടത്? എങ്ങനെ നടത്തിയാൽ എന്താ? വിവാഹം നടന്നല്ലോ, അതും രഹസ്യമായിട്ടൊന്നും അല്ലല്ലോ. 4 ആളുടെ മുന്നിൽ വെച്ചല്ലേ വിവാഹം നടന്നത്. നീ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ. പറയടി, വിപിന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ടോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ. അവിടെ വിവാഹത്തിന് കൂടിയവരെല്ലാം നീ പറഞ്ഞത് വിശ്വസിച്ചുവെങ്കിലും അപ്പോഴേ എനിക്ക് നിന്നെ സംശയമായിരുന്നു. ഇപ്പൊ വിപിനോട് സംസാരിച്ചപ്പോ എന്റെ ആ സംശയം പൂർണ്ണമായും മാറി. ചെയ്യാത്ത തെറ്റാണ് അവൻ ഏറ്റെടുത്തെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. മഹാപാപമല്ലേടി നീ ചെയ്തത്? വിപിൻ സാറ് മര്യാദയ്ക്ക് എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വളഞ്ഞ വഴിക്ക് പോവേണ്ടി വരുമായിരുന്നില്ലല്ലോ. പല്ലവി, നീ നശിപ്പിച്ചത് നമ്മുടെ കുടുംബത്തിന്റെയും ഈ കുടുംബത്തിന്റെ അഭിമാനമാ. ഞാനാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത്. എല്ലാവരും എന്നെയാ കുറ്റപ്പെടുത്തുന്നതും. അത് നിനക്കറിയോ? ഞാൻ പറഞ്ഞല്ലോ, വിപിൻ സാറ് വിചാരിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കായിരുന്നു. പക്ഷേ സാർ അത് വിചാരിച്ചില്ല. ഞാൻ എത്ര പ്രാവശ്യം എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വിപിൻ സാറിന്റെ പുറകെ നടന്നേന്ന് അറിയോ? അപ്പോഴെല്ലാം സാർ എന്നെ അവഗണിച്ചു. അപ്പൊ എനിക്ക് വാശി കൂടി. എന്റെ ആഗ്രഹം എനിക്ക് എങ്ങനെ നടത്തിയെടുക്കണമെന്നുള്ള ചിന്തയായി. അതിന് ഞാൻ ചില മാർഗങ്ങൾ ആലോചിച്ചിട്ടും അതൊന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നീടാ ഇങ്ങനൊരു മാർഗം തെളിഞ്ഞത്. അതേതായാലും ഫലവത്തായി. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു പല്ലവി? ചേച്ചിക്ക് ഞാൻ ഈ വീട്ടിലെ മരുമകളായത് തീരെ ഇഷ്ടമായില്ലല്ലേ? അതുകൊണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനിപ്പോ വിപിൻ സാറിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഇനി ഒരു കുറ്റവിചാരണ നടത്തിയിട്ട് എന്ത് കാര്യം? എടി, വിപിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചിട്ട് അവന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ നിനക്ക് കഴിയോ? ഇഷ്ടമില്ലാത്തൊരാളെ വിവാഹം കഴിച്ചതിന്റെ വെറുപ്പും വിദ്വേഷവും എന്നും അവന്റെ മനസ്സിലുണ്ടാവില്ലേ? അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അവന് ഉള്ളു തുറന്ന് നിന്നെ സ്നേഹിക്കാനാവോ? നിങ്ങൾക്കിടയില് സന്തുഷ്ടമായൊരു ജീവിതം ഉണ്ടാവോ? അത് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, വിശാൽ സാറും ചേച്ചിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ശേഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം? വിശാൽ സാറിന് ചേച്ചിയുടെ വെറുപ്പായിരുന്നില്ലേ? ഏതാണ്ട് 1 വർഷത്തോളം ചേച്ചിയെ സാർ അകറ്റി നിർത്തിയില്ലേ? ഇപ്പോഴല്ലേ ആ അനിഷ്ടമൊക്കെ മറന്ന് സാറ് ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പൊ ചേച്ചിയുടെ മനസ്സിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ വിശാൽ സാറിന് 1 വർഷം വേണ്ടി വന്നു. അതുവരെ ചേച്ചി ക്ഷമയോടെ കാത്തിരുന്നില്ലേ? അതുപോലെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാ. വിപിൻ സാറിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒക്കെ മാറും ചേച്ചി. ഞാനത് മാറ്റിയെടുക്കും. അത് ചിന്തിച്ച് ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട. ചേച്ചിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിത്തിരിപ്പുണ്ടാക്കാൻ വരാതിരുന്നാ മാത്രം മതി. പല്ലവി, നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാൻ നല്ലതിനു വേണ്ടി മാത്രമേ എന്തും ചിന്തിക്കാറുള്ളൂ. നീ എന്റെ സഹോദരിയാ. നിന്റെ ജീവിതം നശിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നിന്റെ ജീവിതം നന്നായിരിക്കണം തന്നെയാ എന്റെയും പ്രാർത്ഥന. എന്റെ ജീവിതം നന്നായിട്ട് നോക്കാൻ എനിക്കറിയാം. അതിനാരുടെയും പ്രാർത്ഥനയും ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ചേച്ചി, ജാസ്മിൻ വിളിച്ചായിരുന്നോ? ചേച്ചി അവളെ കോണ്ടാക്ട് ചെയ്തായിരുന്നോ? ഇല്ല സുശീലേ, ഞാൻ അവളെ വിളിക്കാൻ പോയില്ല. എന്തു പറഞ്ഞു വിളിക്കും? അവളുടെ വിവാഹം വിശാലുമായി നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ ഇത്രയും നാള് നമ്മൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ആ കല്യാണം നടത്തി കൊടുക്കാൻ നമ്മൾ ആവും വിധം ശ്രമിക്കുകയും ചെയ്തു.
പറഞ്ഞിട്ടെന്താ, അവൾക്ക് അതിനുള്ള യോഗമില്ലാതെ പോയി. കല്യാണം മുടങ്ങുകയും ചെയ്തു. പക്ഷെ പാഴായി പോയത് നമ്മൾ അവൾക്ക് കൊടുത്ത വാക്കല്ലേ. വാക്കിന് വ്യവസ്ഥ പാലിക്കാൻ സാധിക്കാതെ നമ്മൾ എങ്ങനെ അവളെ വിളിക്കും? ചേച്ചി, ഞാൻ അവളെ വിളിച്ചിരുന്നു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. അവളുടെ ഡാഡിയെ വിളിച്ചപ്പോ കക്ഷി എടുക്കുന്നുമില്ല. ഒരു കണക്കിന് ജാസ്മിന്റെ ഡാഡി ഫോൺ എടുക്കാതിരുന്ന നന്നായിന്ന് കരുതിയാ മതി. അയാൾ എടുത്തിരുന്നെങ്കില് സുശീല ചിലപ്പോ അയാളുടെ വായിരിക്കുന്ന മുഴുവൻ ചീത്തം കേൾക്കേണ്ടി വന്നാനെ. അത് പ്രതാപം പറഞ്ഞത് 100% ശരിയാ. ജാസ്മിന്റെ ഡാഡി ഇപ്പൊ കലിതുള്ളിയിരിക്കുന്നുണ്ടാവും. ജാസ്മിന്റെ കല്യാണം മുടങ്ങിയതിന്റെ നാണക്കേട് അയാൾക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മളിൽ ആരെയെങ്കിലും അയാളുടെ കൺവെട്ടത്ത് കിട്ടിയ അയാള് ചിലപ്പോ തീർത്തു കളയും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടത്താനായി ഒരിക്കലും പാളിപ്പോവാത്ത പ്ലാനായിരുന്നു നമ്മൾ ഒരുക്കിയിരുന്നത്. എന്നിട്ട് എന്തായി? എല്ലാം ഫ്ലോപ്പായി പോയില്ലേ? ജാസ്മിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. വിധിയെ തടുക്കാൻ നമുക്ക് സാധിക്കില്ല സുശീലേ. അവളൊരു നിർഭാഗ്യവതിയാണെന്ന് പറഞ്ഞാ മതിയല്ലോ. നിർഭാഗ്യവതിയാണെന്ന് ജാസ്മിന് മുദ്ര കുത്തണോ? പിന്നെന്താ പറയേണ്ടത്? ഇത്രയും കാലമായിട്ടും അവളും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാതിരുന്നെങ്കിലേ അത് അവളുടെ ഭാഗ്യക്കേട് തന്നെയാ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ജാസ്മിന്റെ വിവാഹം ഇനിയും വിശാലുമായിട്ട് നടത്തിക്കൂടെ? നമ്മൾ വിചാരിച്ച ഇനിയും അതിന് സാധ്യതയില്ലേ? ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം മുടങ്ങിപ്പോയതിന്റെ അപമാനം ജാസ്മിന് മാത്രമല്ലല്ലോ ഉണ്ടായത്, അത് നമുക്കും കൂടി ബാധകമാണ്. ഒരു തരത്തിൽ ജാസ്മിനെ പോലെ തന്നെ തോറ്റുപോയത് നമ്മളും കൂടിയാണ്. ഈ തോൽവിയുടെ ക്ഷീണം നമുക്കൊന്ന് മാറ്റണ്ടേ? അത് മാറണമെങ്കിൽ ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കണം. നമ്മളത് നടത്തി കൊടുക്കണം. എനിക്കും ആ വാശിയുണ്ട് സുശീലേ. പക്ഷെ ഇത്രയ്ക്ക് മനസ്സ് നൊന്ത സ്ഥിതിക്ക് ജാസ്മിനെ വിശാലുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാവോ? ഉടനെ അവൾക്ക് ചിലപ്പോ ഈ ഷോക്കിൽ നിന്ന് മടങ്ങി വരാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്താൽ, അവൾക്കൊപ്പം നിന്നാൽ അവളെ നമുക്ക് പഴയ ജാസ്മിനാക്കി എടുക്കാം. നിങ്ങളെന്തു പറയുന്നു? നമുക്ക് ആലോചിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.